ഈ വാർ കാരണം ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആവുമെന്നാണ് പലരുടെയും ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരിക്കലും സ്റ്റോക്കോ ക്രിപ്റ്റോ ഒന്നും അല്ല ഒരു ദിവസം കൊണ്ട് താഴെ പോകാൻ വേണ്ടി. അത് മാത്രമല്ല, ബാങ്ക് ആദ്യമേ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റിയൽ എസ്റ്റേറ്റിനെ അഫക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റയർ UAE അല്ലെങ്കിൽ ദുബായിലെ ബാങ്ക്സ് നോക്കുവാണെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാങ്ക്സ് ആണ്. ഇവിടെ എല്ലാം ഇപ്പോഴും ലോൺ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോൺ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ബാങ്ക്സിനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെറിയ ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ വരും. എനിക്ക് പക്ഷേ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പറ്റുന്നത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാൻസാക്ഷൻ ഡേറ്റാസ് ആണ്. ഓക്കെ, ഡേറ്റ് നോക്കുവാണെങ്കിൽ March 2, 2026 ട്രാൻസാക്ഷൻ ഡേറ്റ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അതിന്റെ വർത്ത് വന്നിരിക്കുന്നത് 2.6 ബില്യൺ ദിറംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം 6000 കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് ഇന്നലെ 2026 2-ാം തീയതി നടന്നിരിക്കുന്നത്. അത്രത്തോളം ആൾക്കാർ ദുബായ് മാർക്കറ്റിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാർ സിറ്റുവേഷനിലും ആൾക്കാർ ഇവിടെ പ്രോപ്പർട്ടീസ് മേടിക്കുന്നുണ്ട്. കാരണം ദുബായ് ഗവൺമെന്റിന് അത്രത്തോളം ട്രസ്റ്റ് ആണ്. ഇതിനു മുന്നേ കോവിഡ് വന്നപ്പോഴും, ഇതിനു മുന്നേ ഫ്ലഡ് വന്നപ്പോഴും, ഇതിനു മുന്നേ വാർ വന്നപ്പോഴും ദുബായ് ഗവൺമെന്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് നൗ മാർക്കറ്റിങ്ങിനാണ് പോകുന്നത്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന് വേണ്ടി ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം.